30 വർഷം മുൻപ് നടന്ന ഒരു സംഭവത്തിന്റെ കണക്ക് തീർക്കുകയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതെ, ക്യൂബയുടെ മുൻ പ്രസിഡന്റ് റൗൾ കാസ്ട്രോയ്ക്കെതിരെ കൊലപാതക ഗൂഢാലോചന കുറ്റങ്ങൾ ചുമത്തിയിരിക്കുകയാണ് അമേരിക്ക. അതായത് 30 വർഷം മുമ്പ് യുഎസിലെ മയാമി ആസ്ഥാനമായുള്ള പ്രവാസികളുടെ സിവിലിയൻ വിമാനങ്ങൾ വെടിവെച്ചിട്ട സംഭവത്തിലാണ് യുഎസ് ഫെഡറൽ പ്രോസിക്യൂട്ടർമാർ ഔദ്യോഗികമായി കുറ്റം ചുമത്തിയത്. കൊലപാതകം, വിമാനം തകർക്കൽ തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങളാണ് റൗൾ കാസ്ട്രോയ്ക്കെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. സഹോദരനും ക്യൂബൻ വിപ്ലവ നായകനുമായ ഫിദൽ കാസ്ട്രോയുടെ മന്ത്രിസഭയിൽ പ്രതിരോധ മന്ത്രിയായിരുന്നു അന്ന് റൗൾ. യുഎസിലെ മയാമിയിൽ വെച്ച് വിമാനം വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരമർപ്പിക്കാൻ സംഘടിപ്പിച്ച ചടങ്ങിലാണ് ആക്ടിംഗ് അറ്റോർണി ജനറൽ ടോഡ് ബ്ലാഞ്ചും മറ്റ് ഉന്നത നീതിന്യായ വകുപ്പ് ഉദ്യോഗസ്ഥരും പ്രഖ്യാപനം നടത്തിയത്. ട്രംപ് ഭരണകൂടം ക്യൂബയ്ക്കെതിരെ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുകയും ഉപരോധങ്ങൾ ശക്തമാക്കുകയും എണ്ണ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് കുറ്റപത്രത്തെക്കുറിച്ചുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തുവരുന്നത് എന്നതാണ് ഇവിടെ ശ്രദ്ധേയമായ കാര്യം. എന്താണ് 30 വർഷം മുമ്പുള്ള ആ സംഭവം? എന്താണ് ട്രംപ് ഭരണകൂടത്തിന്റെ ഉദ്ദേശം? നമുക്ക് പരിശോധിക്കാം. ഞാൻ അമ്മു. ക്യൂബയിലെ സോഷ്യലിസ്റ്റ് സർക്കാരിനുമേൽ സമ്മർദ്ദം ശക്തമാക്കിക്കൊണ്ടാണ് ട്രംപിന്റെ ഭരണകൂടം നിർണായക നീക്കങ്ങളിലേക്ക് കടക്കുന്നത്. അമേരിക്കയിലെ മിയാമി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബ്രദേഴ്സ് ടു ദി റെസ്ക്യൂ എന്ന സന്നദ്ധ സംഘടനയുടെ വിമാനങ്ങളാണ് 1996 വെടിവെച്ചിട്ടത്. ഈ സംഭവമാണ് ക്യൂബയ്ക്കെതിരെ ഇന്നും നിലനിൽക്കുന്ന ദീർഘകാല ഉപരോധത്തിന് കാരണമായത്. അമേരിക്ക കേന്ദ്രമായി ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനെതിരെ പ്രവർത്തിക്കുന്ന ക്യൂബൻ പ്രവാസിയായ ജോസ് ബാസുൽത്തോ ആണ് 1991 മെയ് മാസത്തിൽ ബ്രദേഴ്സ് ടു ദി റെസ്ക്യൂ കൂട്ടായ്മ സ്ഥാപിച്ചത്. ക്യൂബയിൽ നിന്ന് അമേരിക്കയിലേക്ക് പലായനം ചെയ്യുന്നതിനിടെ ഗ്രിഗോറിയ പെറസ് റിക്കാർഡോ എന്ന ക്യൂബൻ കൗമാരക്കാരൻ നിർജ്ജലീകരണം മൂലം മരണപ്പെട്ടതിനെ തുടർന്നാണ് ഈ സംഘടന രൂപീകരിച്ചത്. 1990കളിൽ യുഎസിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ക്യൂബക്കാരെ സഹായിക്കാനും ബ്രദേഴ്സ് ടു ദി റെസ്ക്യൂ സ്ഥിരമായി വിമാന സർവീസുകൾ നടത്തിയിരുന്നു. ക്യൂബൻ അമേരിക്കൻ പൈലറ്റുമാരായിരുന്നു ഇതിലുണ്ടായിരുന്നത്. അത്തരമൊരു ദൗത്യത്തിനിടെയാണ് സംഘടനയുടെ 2 വിമാനങ്ങൾ 96 ഫെബ്രുവരി 24 ക്യൂബൻ തീരത്തിന് സമീപം ക്യൂബൻ സേന വെടിവെച്ചിട്ടത്. 3 അമേരിക്കൻ പൗരന്മാരും യുഎസിലെ ഒരു സ്ഥിര താമസക്കാരനും ഈ സംഭവത്തിൽ അന്ന് കൊല്ലപ്പെട്ടിരുന്നു. മൂന്നാമതൊരു വിമാനം രക്ഷപ്പെടുകയും ചെയ്തു. കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ അട്ടിമറി നടത്താൻ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ബ്രദേഴ്സ് ടു ദി റെസ്ക്യൂ എന്നാണ് അന്ന് ക്യൂബ ആരോപിച്ചത്. എന്നാൽ ഈ ആരോപണങ്ങൾ യുഎസ് നിഷേധിച്ചിരുന്നു. വിമാനങ്ങൾ വെടിവെച്ചിട്ട നടപടിയെ യുഎസ് ഉടനടി അപലപിച്ചു. ദിവസങ്ങൾക്ക് ശേഷം ക്യൂബയ്ക്കെതിരായ ഉപരോധങ്ങൾ കർശനമാക്കുന്ന ക്യൂബൻ ലിബർട്ടി ആൻഡ് ഡെമോക്രാറ്റിക് സോളിഡാരിറ്റി ആക്ടിൽ അന്നത്തെ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ഒപ്പുവെച്ചു. ഈ നിയമം ഇന്നും നിലനിൽക്കുന്നുണ്ട്. വിമാനങ്ങൾ വെടിവെച്ചിടാൻ ഉത്തരവ് നൽകിയത് താനാണെന്ന് വ്യക്തമാക്കി ഫിദൽ കാസ്ട്രോ സംഭവത്തിന്റെ ഉത്തരവാദിത്തം അന്ന് ഏറ്റെടുത്തു. വിമാനങ്ങൾ വെടിവെച്ചിട്ടത് അന്താരാഷ്ട്ര വ്യോമ അതിർത്തിയിലാണെന്ന് അമേരിക്കയും അല്ലെന്ന് ക്യൂബയും അന്ന് അവകാശപ്പെടുകയും ചെയ്തു. വിമാനങ്ങൾ പുറപ്പെടുന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ ക്യൂബൻ ഗവൺമെന്റിന് ചോർത്തി നൽകിയ കുറ്റത്തിന് 1998 5 ക്യൂബൻ പൗരന്മാർ അമേരിക്കയിൽ അറസ്റ്റിലാവുകയും പിന്നീട് ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് ബരാക് ഒബാമ പ്രസിഡന്റായിരിക്കെ ക്യൂബയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള കരാറിന്റെ ഭാഗമായി ഇവരെ മോചിപ്പിച്ചു. പകരമായി ഹവാന സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കോൺട്രാക്ടറായ അലൻ ഗ്രോസിനെ ക്യൂബയും മോചിപ്പിച്ചു. ക്യൂബൻ അമേരിക്കൻ റിപ്പബ്ലിക് ജനപ്രതിനിധികൾ അന്നു മുതൽ റൗൾ കാസ്ട്രോയ്ക്കെതിരെ കുറ്റം ചുമത്താൻ യുഎസ് നീതിന്യായ വകുപ്പിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. എന്നാൽ ക്യൂബക്കാർ പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഈ നടപടിയെ പിന്തുണയ്ക്കുന്നുമുണ്ട്. ഇത് ദേശീയ സുരക്ഷ കാത്തുസൂക്ഷിക്കുന്നതിന്റെ ഭാഗമായിരുന്നുവെന്നും അതിൽ റൗൾ കാസ്ട്രോ ശിക്ഷിക്കപ്പെടരുതെന്നും അവർ തറപ്പിച്ചു പറയുന്നു. റൗളിനെതിരായ അന്വേഷണം പുനരാരംഭിക്കണമെന്ന് ഫ്ലോറിഡയിലെ ഒട്ടേറെ റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് മയാമിയിലെ യുഎസ് അറ്റോർണി പ്രോസിക്യൂട്ടർമാരുടെ പ്രത്യേക പ്രവർത്തക സംഘത്തിന് രൂപം നൽകിയിരുന്നു. വിമാനം വെടിവെപ്പുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയ്ക്ക് ഇതുവരെ ഒരാളെ മാത്രമേ യുഎസ് കുറ്റക്കാരനായി വിധിച്ചിരുന്നുള്ളൂ. റൗൾ കാസ്ട്രോയെ യുഎസിലെത്തിച്ച് വിചാരണ നേരിടാൻ അധികൃതർ എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന ചോദ്യത്തിന് അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നും സ്വമേധയോ അല്ലാതെയോ അദ്ദേഹം ഇവിടെ ഹാജരാകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നതെന്നുമാണ് ടോഡ് ബ്ലാഞ്ച് മറുപടി നൽകിയത്. അമേരിക്കയ്ക്ക് പുറത്തുള്ള കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ യുഎസ് പല മാർഗങ്ങളും സ്വീകരിക്കാറുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
റൗൾ കാസ്ട്രോയ്ക്ക് പുറമെ വിമാനങ്ങൾ വെടിവെച്ചിട്ട ക്യൂബൻ സൈനിക പൈലറ്റുമാരിൽ ഒരാൾ ഉൾപ്പെടെ 5 പേർക്കെതിരെയും പുതിയ കുറ്റപത്രത്തിൽ കേസെടുത്തിട്ടുണ്ട്. ഇതിലെല്ലാം അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്ന പ്രധാന ചോദ്യം ഈ പുതിയ നീക്കം ക്യൂബയ്ക്കെതിരെയുള്ള സൈനിക നടപടിക്ക് US വഴിയൊരുക്കുകയാണോ എന്നതാണ്. കഴിഞ്ഞ ജനുവരിയിൽ വെനസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയ്ക്കെതിരായ സമാനമായ രീതിയിൽ കുറ്റം ചുമത്തിയ ശേഷം അദ്ദേഹത്തെ പിടികൂടി US-ലെത്തിക്കാൻ അമേരിക്ക സൈനിക നീക്കം നടത്തിയിരുന്നു. അതിനാൽ മഡൂറോയുടെ കാര്യത്തിലേതുപോലെ ഒരു നിയമ നടപടി എന്ന വ്യാജേന റൗൾ കാസ്ട്രോയെ പിടികൂടാനും ട്രംപ് ഭരണകൂടം സൈനിക അട്ടിമറിക്ക് മുതിരുമോ എന്നത് പ്രധാന പ്രശ്നമാണ്. കാസ്ട്രോയെ പിടികൂടാൻ സൈന്യത്തെ ഉപയോഗിക്കുമോ എന്ന കാര്യത്തിൽ US അധികൃതർ വ്യക്തമായ മറുപടിയൊന്നും നൽകിയിട്ടില്ല. എങ്കിലും ചർച്ചകളിൽ ക്യൂബ വഴങ്ങിയില്ല എങ്കിൽ US ഇത്തരം കടുത്ത നടപടികളിലേക്ക് നീങ്ങിയേക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. എന്നാൽ ഏതാണ്ട് ഒരു പതിറ്റാണ്ട് മുമ്പ് തന്നെ ഭരണത്തിൽ നിന്ന് വിരമിച്ച 94-കാരനായ റൗൾ കാസ്ട്രോയെ പിടികൂടുന്നത് വഴി വെനസ്വേലയിൽ ഉണ്ടായതുപോലെയുള്ള ഒരു രാഷ്ട്രീയ അട്ടിമറി ക്യൂബയിൽ സൃഷ്ടിക്കാൻ US-ന് കഴിഞ്ഞേക്കില്ല എന്നും വിലയിരുത്തലുകളുണ്ട്. എന്നാൽ ക്യൂബയെ ഏറ്റെടുക്കാൻ ട്രംപ് ഇടയ്ക്കിടെ താൽപര്യം പ്രകടിപ്പിക്കുന്നതും പുതിയ നീക്കങ്ങളും ലോകത്തെ ആശങ്കയിലാക്കുന്നതിന് ഇവിടെ വിസ്മരിക്കാൻ നമുക്കാകില്ല.